Elite Group of Companies presents Master Vision International Excellence Awards 2023 വേദിക്ക് ശുഭകരമായ തുടക്കം കുറിക്കുന്നതിനായി ഈ വേദിയിലേക്ക് ഏറ്റവും ബഹുമാന്യനായ പ്രൊഫസർ KV തോമസ് സർ, ഫോമർ സെൻട്രൽ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ, സ്നേഹാദരങ്ങളോടെ നമുക്ക് ഈ മണ്ണിലേക്ക് അദ്ദേഹത്തെ ക്ഷണിക്കാം, സ്വാഗതം ചെയ്യാം. ഔദ്യോഗികമായ ഒരു വേദിക്ക് ശുഭകരമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായി അപ്പോൾ ആദ്യമേ തന്നെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഉദ്ഘാടകന് പൊന്നാട അണിയിച്ചുകൊണ്ട് ഈ വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്നേഹാദരങ്ങളോടെ എല്ലാ ബഹുമതികളോടും കൂടിയും അദ്ദേഹത്തിനെ നമുക്ക് ഈ ചടങ്ങിൽ വെച്ചുകൊണ്ട് പൊന്നാട അണിയിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഒരു ജനതയുടെ സ്വപ്നം, അവരുടെ ആഗ്രഹം യാഥാർത്ഥ്യമാക്കുന്നതിൽ കഠിനമായ പ്രയത്നം ചെയ്ത എന്നും മാതൃകയായ ഒരു വ്യക്തിത്വം അദ്ദേഹത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിലേക്ക്. ദീർഘകാലം എറണാകുളത്ത് എൻ്റെ സുഹൃത്തായിരുന്ന മുഹമ്മദ് റഫീഖ്, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, 7ാമത് എഡീഷനായി ഇവിടെ നടക്കുന്ന ഈ മഹോത്സവത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. റഫീഖ് എൻ്റെ വളരെ അടുത്ത ഒരു കുടുംബ സുഹൃത്താണ്. കടവന്ത്രയിൽ ഒരു ചെറിയ ഷോപ്പിൽ ടെലിവിഷൻ രംഗത്തേക്ക്, ചാനൽ രംഗത്തേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തെ കൈകൊടുത്ത് സ്വീകരിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു. വലിയ പ്രതിസന്ധികൾ അതെല്ലാം നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകാനും അതിൻ്റെ ഒരു സന്ദർഭത്തിൽ ദുബായ് ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ മലയാളികളുടെ പ്രിയപ്പെട്ട സുഹൃത്തായി മാറാനും റഫീഖിന് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ 3 വർഷക്കാലം ഈ മഹോത്സവം മാറ്റിവെക്കേണ്ടി വന്നു. മഹാമാരി നമ്മളെല്ലാം ഭയപ്പെടുത്തിയ കാലഘട്ടമാണത്. ആ കാലം കഴിഞ്ഞു. പ്രതീക്ഷയുടെ പുതിയ പുലരിയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. തീർച്ചയായും ജീവിതത്തിലുള്ള വെല്ലുവിളികളെ പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കാനും കടമ്പകൾ കടന്നു പോകാനുമുള്ള ധൈര്യമാണ് റഫീഖിനെ മുന്നോട്ട് നയിച്ചത്. ഞാനും കുടുംബവും റഫീഖിൻ്റെ ഇതിനു മുമ്പ് നടന്ന 6 എഡീഷനിലും പങ്കെടുത്തിട്ടുണ്ട്. ഞാനും എൻ്റെ ഭാര്യ ഷെർലിയും ഞങ്ങളെല്ലാ പരിപാടികളിലും പങ്കെടുക്കാറുണ്ട്. അത്രമാത്രം അടുത്തൊരു സുഹൃത്താണ്. ഈ പ്രാവശ്യം ദുബായിൽ നടക്കുന്ന ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഇനിയും കാതങ്ങൾ പിന്നിട്ട് മുന്നോട്ട് പോകാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ എല്ലാ കലോത്സവങ്ങളിലും പുതുമുഖങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിലെ വിവിധ രംഗങ്ങളിൽ, പത്രപ്രവർത്തന രംഗത്ത്, കലാരംഗത്ത്, മാധ്യമരംഗങ്ങളിൽ, ബിസിനസ് രംഗങ്ങളിൽ, അവിടെ എല്ലാം അധ്വാനിച്ച് മുന്നോട്ട് കയറിയവരെയാണ് ഈ പരിപാടിയിലൂടെ പരിചയപ്പെടുത്തുന്നത്. 7ാമത്തെ എഡീഷനിലും അതുപോലുള്ള ധാരാളം ആളുകളെ പരിചയപ്പെടുത്തുകയാണ് റഫീഖ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ. ഈ 7ാമത് എഡീഷൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. താങ്ക് യു സോ മച്ച് സർ. ഒരുപാട് നന്ദി പറയുന്നു. കുടുംബസമേതം ഇവിടെ എത്തിച്ചേർന്നതിൽ പ്രത്യേകമായിട്ട്. നമ്മുടെ ഉദ്ഘാടകൻ തീർച്ചയായിട്ടും തുടർന്നും ഈ സദസ്സിൻ്റെ ഭാഗമാവുക, കൂടുതൽ മികച്ച കാഴ്ചകൾ